ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വീട്ടിലുള്ള സാധാ ചേരുവ വെച്ച് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമ്മളിതൊരു സ്പെഷ്യൽ മസാല കൂട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ പല ഭാഗങ്ങളും മിസ്സാകുള്ളൂ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇതിൽ ടേസ്റ്റ് കൂട്ടാനുള്ള പൊടിക്കൈയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിനിതാ ചിക്കൻ എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മുഴുവനും പോയി കിട്ടണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു മസാല ഉണ്ടാക്കാം. അത് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകമല്ല ക്യുമിൻ സീഡ്, പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം ഫെനൽ സീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ 3-4 ഏലക്ക ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഒരു തുണ്ട് പട്ട എടുത്ത് 2-3 പീസാക്കി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനം ഇട്ടോ, സ്പെഷ്യൽ സാധനമാണിത്. എള്ളില്ലേ, കറുത്ത എള്ളാണ്. പിന്നെ ഞാൻ ഇടുന്നത് 2 ടേബിൾ സ്പൂണ് കുരുമുളകാണ്. ഞാൻ ഇതിലേക്ക് എടുത്ത എല്ലാ സാധനവും കഴുകി ഉണക്കിയതിന് ശേഷമാണ് എടുക്കുന്നത്. നിങ്ങളിത് ചൂടാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, പച്ചയില തന്നെയാണ് അരയ്ക്കണം കേട്ടോ. പിന്നെ എനിക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസാക്കിയിട്ട് പൊടിയണ്ട, ഒരു തരിതരിപ്പോട് കൂടി പൊടിക്കുക. പിന്നെ നിങ്ങൾ ഇതുപോലെ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മസാല പൊടിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടിയും കൂട്ടി പൊടിച്ചിട്ട് എടുത്ത് വെച്ചാൽ ഒരിക്കലും കേടുവരില്ല, ഒരുപാട് നാൾ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ അതാ വെള്ളം പാർന്ന ചിക്കന് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മസാല ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കന് 1.5 കിലോ ചിക്കൻ വാങ്ങിയതിൻ്റെ വേസ്റ്റ് പോയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഫ്രഷായിട്ട് ചായച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു ചെറിയ നാരങ്ങയാണ് 1 ചെറുനാരങ്ങയുടെ നീര്, വലിയ നാരങ്ങയാണ് 1 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ അകത്ത് നാരങ്ങ നീരില്ല, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരുപാട് പുളിയുള്ള തൈരല്ല, നമ്മൾ നാരങ്ങ നീരോ തൈരോ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ അതവിടെ അടച്ച് വെക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയം വരെ അതൊന്നും അവിടെ റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനിതൊരു ചൂട് കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണിത്, മീഡിയം സൈസാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചത് തന്നെയാണ് കേട്ടോ, പേസ്റ്റല്ല. നമ്മൾ ചായച്ചിട്ട് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച 1 ടേബിൾ സ്പൂൺ മസാല ഞാൻ മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ടാവും. മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഉള്ളി ഒരുപാട് വഴന്ന് കുഴഞ്ഞുണ്ടാകണമെന്നൊന്നുമില്ല കേട്ടോ, നല്ലപോലെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കനെ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, പൊന്നോ എന്തോരം മണമാണ് അറിയാം, കൊതിപ്പിക്കണ മണം എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് മണമാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
നമ്മുടെ ചിക്കനിൽ ഈ മസാലയും ഉള്ളി എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കുന്നത്. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 20 മിനിറ്റ് ഒരേപോലെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തുറക്കണതും ഇളക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ കിട്ടില്ല മണമാണ് കേട്ടോ. ഇതപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് വേവായിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട് ചിക്കന്. അതിന് ശേഷം ഞാൻ തുറന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടും. അതുപോലെ തന്നെ മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതെല്ലാം പാടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇളക്കിയിട്ട് നോക്കുക, എരിവോ എല്ലാം ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക. എരിവോ ഉപ്പൊക്കെ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഞാനത് അടച്ച് വെക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ മസാല കറക്റ്റായിട്ട് അതിൻ്റെ പച്ചമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇളക്കി ഇപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല, അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.